Good morning, everyone. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Okay. അപ്പൊ ഇന്നലെ അപ്പൊ നമ്മൾ എന്താ എടുത്തേ? ടെൻസ് അല്ലേ? പറയൂ. സിമ്പിൾ പ്രസന്റ് ആൻഡ് കണ്ടിന്യൂസ് ആണോ? കംപ്ലീറ്റ് ചെയ്തോ? നിഷ. മാം ഇന്ന് ടെൻസ് മൊത്തത്തിൽ മനസ്സിലാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക, എഴുതി വെക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാമോ? Anyone? അറിയൂ, ആർക്കറിയില്ലേ? Object plus is am are plus V3 plus by plus subject. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഉള്ളത്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി, ഐ, യു, വി, ദേ. ഇതാണ് ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, എവരിബഡി. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. നെക്സ്റ്റ് പ്ലൂറൽ സബ്ജക്ട് ഐ, യു, വി, ദേ. ഇതാണ് പ്ലൂറൽ സബ്ജക്ട്. ഐ, യു, വി, ദേ. ഓക്കെ, അപ്പോ സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്നൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ? സിംഗിൾ സബ്ജക്ട് ഒന്നുകൂടി. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ് സിംഗുലർ സബ്ജക്ട്. ഓക്കെ, ഇനി പ്ലൂറൽ ഏതാണ്? ഐ, യു, വി, ദേ. ഇതാണ് പ്ലൂറൽ. പ്ലൂറൽ സബ്ജക്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ സബ്ജക്ട് ഏതാണെന്ന് മനസ്സിലായി. എസ് പ്ലസ് V1, അതായത് സബ്ജക്ട് പ്ലസ് V1 ആണ് ഞാൻ പറഞ്ഞത്. സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായി. അതിലെ സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്ന് ക്ലിയർ ആയി. ഈ നെക്സ്റ്റ് വെർബ് ആണ്. അല്ലെ, സ്ട്രക്ചറിലെ സബ്ജക്ട് പ്ലസ് വെർബ് ആണ്. ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ആണ് V1 എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് എന്താണ് V1? V1 അറിയണം. അതായത് ഒരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ആണ്, ഒരു വെർബ് ആണെങ്കിൽ അതിന് 3 ഫോംസ് ഉണ്ട്. ഓക്കെ, റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ 3 ഫോംസ് ഏതാണ്? റൈറ്റ്, റോട്ട്, റിട്ടേൺ. അല്ലെ, ഇതില് റൈറ്റ് എന്ന് പറയുന്നത് V1, റോട്ട് എന്ന് പറയുന്നത് V2, റിട്ടേൺ V3. ഓക്കെ, റൈറ്റ് V1, റോട്ട് V2, റിട്ടേൺ V3. ഇതെല്ലാം എഴുതി വെക്കണം കേട്ടോ. എഴുതി വെക്കുക. ഈ നോട്ട്, എഴുതുന്ന നോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് ആണ്. ടെൻസ് അറിയണം എന്തായാലും. അപ്പൊ V1, V2, V3 എന്താണെന്ന് മനസ്സിലായി. ഇനി V1, V2, V3 കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം പാസ്റ്റ്, അല്ല പ്രസന്റ്, പാസ്റ്റ്, പാർട്ടിസിപ്പിൾ ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയാം. ഓക്കെ,
പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് ഇതിന്റെ 3 ഫോം. നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് V1, then V2, then V3 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ വെർബിന്റെ 3 ഫോംസ് മനസ്സിലായി അല്ലെ? ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ്, തേർഡ് ഫോം ഓഫ് ദി വെർബ്. അതാണ് V1, V2, V3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെർബ് ക്ലിയർ ആയല്ലോ, 3 ഫോംസ് മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ V1 എന്ന് പറയുന്നതും V2 എന്ന് പറഞ്ഞാലും V3 എന്ന് പറഞ്ഞാലും നമുക്ക് ഏതാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഏത് വെർബാണ്? സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും. ഓക്കെ, ഈ റൈറ്റ് എന്ന് പറയുന്ന വെർബ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ വെർബ് ആണ്. ആ പ്ലൂറൽ വെർബിനെ നമ്മൾ സിംഗുലർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ റൈറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ആ വെർബ് സിംഗുലർ ആകും. റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വെർബും റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വെർബും ആണ്. ഓക്കെ, ക്ലിയർ ആയോ? റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വെർബ്, റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ്. ഇനിയിപ്പോ റീഡ് ആണെങ്കിലോ റീഡ്സ് സിംഗുലർ വെർബും റീഡ് പ്ലൂറൽ വെർബായി മാറും. അപ്പൊ ഏത് വെർബ് ആണെങ്കിലും നമ്മളതിന് സിംഗുലർ ആക്കണമെങ്കിൽ അതിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? Is it clear or not? നിങ്ങൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യണം, മസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം. ഒരു തംസ് അപ്പ് എന്തെങ്കിലും. ഓക്കെ, എന്നാൽ മാത്രമേ എനിക്കിത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ ഡൗട്ട് ആണെങ്കിൽ അത് ചോദിക്കുക. കാരണം നമ്മളിത് ആദ്യമേ എടുത്ത കാര്യങ്ങളാണ്. അതിപ്പോഴും ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ ടൈമിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ടൈമില്ല, കോഴ്സ് തീരെ അധികം മാസങ്ങളൊന്നുമില്ല, കുറച്ച് വീക്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇത് പറയുമ്പോ ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. ആ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഷമീന, ഷംസീന, നിഷ, സബീന, റൈനാത്ത്. യെസ് മാം. സബീനക്ക് ഓൾറെഡി അറിയാം. വെർബിന്റെ കൂടെ എസ് ചേർക്കുമ്പോഴാണ് അത് സിംഗുലർ ആയി മാറുക. ഓക്കെ, യെസ്. അപ്പോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1 ആണെന്ന് പറഞ്ഞു. സബ്ജക്ട് ഏതൊക്കെയുണ്ട്? സിംഗുലർ സബ്ജക്ട് ഉണ്ട്, പ്ലൂറൽ സബ്ജക്ട് ഉണ്ട്, അതുപോലെ സിംഗുലർ വെർബും ഉണ്ട്, പ്ലൂറൽ വെർബും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമല്ലോ? ഒന്ന് പറഞ്ഞു നോക്കി, എല്ലാവരും ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞേ. സ്ട്രക്ചർ ഏതാണ്? സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, ഇവിടെ ഒന്നുമില്ല, സബ്ജക്റ്റും V1 മാത്രമേ ഉള്ളൂ. വെറുതെ ഒരുപാട് ആലോചിക്കേണ്ട. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് മാത്രം ഒരു സെന്റൻസ് ഒന്ന് മേക്ക് ചെയ്തേ. പെട്ടെന്നാവട്ടെ, പറയാൻ പറ്റുമെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളിപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒന്നും പറയില്ല. She write. She Write. No. Yeah. എല്ലാവരും ഒരു കാര്യം ചെയ്യും, ടെക്സ്റ്റ് ചെയ്യും. സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും വെച്ചിട്ട് പറയണം. രണ്ട് സബ്ജക്ട് വെച്ചിട്ട് എക്സാം വേണം. പെട്ടെന്നാവട്ടെ. ഷമീന, ഷംസീന, നിഷ,
റഹിനാത്ത്. ഓക്കെ, റഹിനാത്ത് പറഞ്ഞു. റഹിനാത്ത്, സബീന ഒരു പ്ലൂറൽ സബ്ജക്ട് കൂടെ വെച്ചിട്ട് പറയും. ഷംസീന ആൻഡ് നിഷ. നെക്സ്റ്റ് ചെയ്യൂ. ഒന്നുകൂടെ പറയാമോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ സബ്ജക്ട്, അതായത് ഈ സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് സെന്റൻസ് മേക്ക് ചെയ്യാം. അത് ഒരു സബ്ജക്ട് വെച്ച് വേണം, സിംഗിൾ സബ്ജക്ട് വെച്ച് വേണം. She drives a car. I drive a car. നിഷ ടെക്സ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പറയാം. ഷമീന പ്ലൂറല് വെച്ച് നോക്കി, സിംഗുലർ വെച്ചിട്ട് ഒന്നുകൂടെ നോക്കി. അതുപോലെ ഷംസീന, ഷംസീന പ്ലൂറിൽ വെച്ചിട്ട് ഒന്നോട് പറഞ്ഞേ, ഒരു സെന്റൻസ് വെക്കൂ. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്ത എക്സാമ്പിൾ നോക്കി. റഹിനാത്ത് പറഞ്ഞിരിക്കുന്നത് ഷീ റീഡ് എന്നാണ്. ഷംസീന പറഞ്ഞിരിക്കുന്നത് ഷീ ഡ്രൈവ്. ഓക്കെ, അത് കഴിഞ്ഞ് ഷംസീന പറഞ്ഞു ഷീ മേക്സ് പറഞ്ഞു. Then ഷമീന, I read a book, I bring tea. Okay. Then ഷമീന പറഞ്ഞു he run എന്ന് പറഞ്ഞു. ഇതൊക്കെ മിസ്റ്റേക്ക് ആണോ അല്ലയോ? Yeah, I think so. No. കണ്ടോ, നിങ്ങള് നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ മിസ്റ്റേക്സ് വരുത്താം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് പറയുകയും ചെയ്യും, പക്ഷെ എക്സാമ്പിൾ വരുമ്പോൾ മിസ്റ്റേക്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബും. സിംഗുലർ വേർബ് ഏതാണ്, പ്ലൂറൽ വേർബ് ഏതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. ക്ലിയർ ആയോ എല്ലാവർക്കും? നിഷ കറക്റ്റ് ആണ്, സബീന പറഞ്ഞത് കറക്റ്റ് ആണ്, ഷമീന പിന്നെ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഷമീന സിംഗുലർ വെർബ് മാത്രമായിരുന്നു. നോക്കി, സിംഗുലർ വെർബിന്റെ കൂടെ എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും വരാം. എസ് ആഡ് ചെയ്ത വെർബ് ആയിരിക്കും സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വരാം. ഓക്കെ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്, ഓക്കെ. ഞാൻ ഒരു മിസ്റ്റേക്സ് വരുത്തരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും വരുത്തുന്നതാണ്, എല്ലാവരും, നിങ്ങളെന്നല്ല എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്സ് ആണത്. സിംഗിൾ സബ്ജക്റ്റിന് കൂടെ നമ്മൾ പ്ലൂറൽ വേർബ് ആഡ് ചെയ്യും. അത് കുറച്ച് ശ്രദ്ധക്കുറവിന്റെയാണ്, അത് നമുക്ക് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, എപ്പോഴും എസ് ആഡ് ചെയ്ത ഒരു വെർബ് ആയിരിക്കണം നമ്മൾ സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം എപ്പോഴെപ്പോഴും പറഞ്ഞാലേ. ഹി റൈറ്റ്സ്, ഷി റൈറ്റ്സ്, ഇറ്റ് റൈറ്റ്സ്, എവരിബഡി റൈറ്റ്സ്. എസ് ആഡ് ചെയ്ത വെർബ് ആയിരിക്കണം he, she, it, everybody എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ വരേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇനി നിങ്ങൾ സംസാരിക്കാൻ വില്ലിങ് ആണോ എല്ലാവരും? റെഡി? ഇൻട്രസ്റ്റ് ആണോ? സംസാരിക്കോ? പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് പറയാവോ? ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ഒന്ന് പറയാവോ? കാരണം നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും, നിങ്ങളത് മറക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറൊന്നും. പറയാവോ?
യാ മലയാളം മതി, കുഴപ്പമില്ല. പറയൂ. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദ. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വെർബും. റൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വെർബും റൈറ്റ്സ് എന്നത് സിംഗുലർ വെർബുമാണ്. അതായത് വെർബിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ സിംഗുലർ ആവും. ഇത്രയും എനിക്ക് മനസ്സിലായി. സ്ട്രക്ചർ പറയൂ. നമ്മൾ എല്ലാ ടെൻസിന്റെയും സ്ട്രക്ചർ പഠിച്ചിരിക്കണം. സിമ്പിൾ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. നെക്സ്റ്റ് ഞാൻ മലയാളം പറയണോ? ഓക്കെ, മലയാളം പറയുമ്പോ അവൾ പാടുന്നു എന്നെങ്ങനെയാ പറയാ? അവൾ പാടുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തു. അവൾ പാടുന്നു. She sang a song. Sing. She sings a song. ഇപ്പൊ പറയാം. പക്ഷെ ഞാൻ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞില്ല, അവൾ പാടുന്നു എന്നേ പറഞ്ഞുള്ളൂ. She sings. Okay. Yeah. She sings. Yes. She sings a song. Okay. അവൾ പാടുന്നു. അവർ കളിക്കുന്നു എന്ന് പറഞ്ഞേ. അവർ കളിക്കുന്നു. അവർ കളിക്കുന്നു. എന്തോ ഷമീന? They play ആണ്. Yeah. They play. Plays അല്ല. They play ആണ്. വീണ്ടും മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിക്കൂ. ഏതാണ് സിംഗുലർ സബ്ജക്ട്, ഏതാണ് പ്ലൂറൽ സബ്ജക്ട്, എന്താണ് സിംഗുലർ വെർബ്, പ്ലൂറൽ വെർബ് എന്താണ് എന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആണ്. അത്രയേ ഉള്ളൂ. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിങ്ങൾക്ക് അറിയേണ്ട സാധനങ്ങൾ എത്രയാണ്? എന്താണ് സിംഗുലർ പ്ലൂറൽ സബ്ജക്ട്, ഏതാണ് പ്ലൂറൽ സിംഗുലർ വെർബ്, ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രം മതി. ഇനിയിപ്പോ അവൻ കഴിക്കുന്നു, അവൻ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ അവൻ ബിരിയാണി കഴിക്കുന്നു. He eats biryani. He eats biryani. Yeah. അപ്പൊ എത്രയാണ്? ക്ലിയർ ആണല്ലോ ഇപ്പൊ? Clear ആണ് മിസ്. Clear. Yeah, very good. Yeah. Any moving on the next tense is the present continuous. Okay, heading here the present continuous. Present continuous in the structure subject plus subject plus auxiliary. Subject plus auxiliary. ഏതൊക്കെ auxiliaries ആണ്? Is, am, are. Yeah, is, am, are. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Present tense use ചെയ്യേണ്ട auxiliaries ആണ്. Okay, is, am, are. Subject plus is, am, are plus verb plus ing. Verb plus ing. ഇതാണ് present continuous tense-ലെ structure. Subject plus is, am, are plus ing. ഇനി ഐയുടെ കൂടെയാണ് നമ്മൾ am യൂസ് ചെയ്യേണ്ടത്.
Okay. Then ഷീയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഷീ, ഹി, ഇറ്റ്, എവരിബഡിയുടെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്യണം. ഓക്കെ. ഇനി യു, വി, യുടെ കൂടെ ആർ യൂസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി യൂസ് ചെയ്യേണ്ടത്. ഐയുടെ കൂടെ ആം, ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെ ഈസ്, യു, വി, യുടെ കൂടെ ആർ. അപ്പൊ സബ്ജക്റ്റിന് കൂടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറീസും മനസ്സിലായി. ഇനി വെർബിന്റെ കൂടെ ing. റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ing ചേരുമ്പോൾ എന്ത് വരും? റൈറ്റിംഗ് എന്ന് വരും അല്ലെ? അപ്പോ എല്ലാം കിട്ടിയല്ലോ. സബ്ജക്റ്റും കിട്ടി, ഓക്സിലറീസ് കിട്ടി, വെർബ് കിട്ടി. ഇനി സെന്റൻസ് മേക്ക് ചെയ്യാലോ. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് പ്രസന്റ് ടെൻസില് നമ്മൾ ആ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ. ഇപ്പൊ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ് അല്ലെ? കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ നമ്മൾ കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ടെൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ ing ഫോം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. അത് ഏത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, പ്രസന്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിക്കോട്ടെ, ഏത് കണ്ടിന്യൂസ് ആണെങ്കിലും കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ അതിൽ ing മസ്റ്റ് ആണ്. വെർബിന്റെ കൂടെ ing എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ കാര്യം മറക്കരുത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ മലയാളം പറയുകയാണെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാ പറയാ? അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാ പറയാ? സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി യൂസ് ചെയ്യാ, then verb യൂസ് ചെയ്യാ, then object യൂസ് ചെയ്യാ. എന്താ വരാ? He is eating. Yeah, he is eating food or anything. Okay. Yeah. So he is eating എന്നാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഐയുടെ കൂടെ നമ്മൾ ഇപ്പോ ഞാനാണ് ഫുഡ് കഴിക്കുന്നെങ്കിലോ I am eating എന്ന് പറയുന്നത്. I am eating food. Yeah, I am eating food. ഇനി ഞങ്ങളാണ് കഴിക്കണെങ്കിലോ We are eating food. Yeah, we are eating food. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓരോ സബ്ജക്റ്റും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക. പ്രസന്റ് ടെൻസിൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഈസ് ആർ. ഓക്കെ. ഒരിക്കലും ഓക്സിലറീസ് നമ്മൾ മാറിപ്പോകരുത്. പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് വേറെയാണ്, പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് വേറെയാണ്. ഓക്കെ. നമ്മൾ ഒരു സെന്റൻസ് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി ഏതാണെന്ന് നോക്കാം. ആ ഓക്സിലറി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് ടെൻസ് ആണെന്ന്. ഓക്കെ. അപ്പൊ പ്രസന്റ് ടെൻസില്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസില് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് verb പ്ലസ് ing എന്നാണ്. ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പൊ സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? Understood or not? Yes. Yes. ബാക്കി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? ഒന്ന് റെസ്പോണ്ട് എങ്കിലും ചെയ്യും നിങ്ങള്. മനസ്സിലായോ? എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ പറയുന്നേ? രാഗിനാഥ് ക്ലിയർ ആണോ? ഷംസീന? യെസ്, ക്ലിയർ. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും എക്സാമ്പിൾസ് എന്ന് പറയും. ഐ വെച്ചിട്ട് എക്സാമ്പിൾ വേണം, പിന്നെ ഒരു സിംഗുലർ സബ്ജക്ട് വെച്ചിട്ട് വേണം, ഒരു പ്ലൂറൽ സബ്ജക്ട് വെച്ചിട്ട് വേണം. എക്സാമ്പിൾ ഒന്നിന് പറയാ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. മസ്റ്റ് ആയിട്ടും എക്സാമ്പിൾ എല്ലാവരും പറയണം അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം.
I am playing. Okay. Then singular subject and plural subject. Okay, I വെച്ചിട്ടും singular subject വെച്ചിട്ടും plural subject വെച്ചിട്ടും. Yeah. Okay. We are watching film. Yeah. Okay. പറയൂ, എല്ലാവരും പറയൂ, എക്സാമ്പിൾ പറയൂ എല്ലാവരും. ഒന്നിനെ ടെക്സ്റ്റ് ചെയ്യൂ. പെട്ടെന്നാവട്ടെ. നിഷ, റഹനാത്ത്, ഷംസീന, സബീന. I am cooking. She is cooking. They are cooking. Okay. I am reading. She is reading. We are reading. Okay. Yeah. ഇനി ഷംസീന. Yeah. Okay. Clear ആണ്. Present continuous tense clear ആണ്. ഇനി next. Yeah. Okay. Correct ആണ്. Next. Present perfect. Present perfect in the structure subject plus has or have plus V3. Subject plus has or have plus V3 ആണ്. Present perfect tense in the structure. Okay. ഇനിയിപ്പോ സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്ന് എല്ലാവർക്കും അറിയാലോ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ Has. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും, ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. Then V3 വെർബിന്റെ തേർഡ് ഫോം എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ അറിയേണ്ട കാര്യം ഹാസും ഹാവ് ആണ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കാം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ ഹാസ് യൂസ് ചെയ്യുള്ളൂ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ നമ്മുടെ ഹാവ് യൂസ് ചെയ്യുള്ളൂ. അത് മാറി പോകുമ്പോഴാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല. ക്ലിയർ ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, എല്ലാവരും എക്സാമ്പിൾസ് എന്ന് പറയും. സിംഗിൾ സബ്ജക്ട് വെച്ചിട്ടും പ്ലൂറൽ സബ്ജക്ട് വെച്ചിട്ടും എക്സാമ്പിൾ പറയും. He has got. Yeah. They have done the work. They have done the work. Yeah. Okay. Yeah. ഷംസീന മനസ്സിലായില്ല? അതായത് സബ്ജക്ട് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചാണ്. സബ്ജക്ട് എന്താണെന്ന് പഠിച്ചു. അതിൽ സിംഗിൾ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നാണ് അല്ലെ. സിംഗിൾ സബ്ജക്ട് he, she, it, everybody ആണ്. പ്ലൂറൽ സബ്ജക്ട് I, you, we, they ആണ്. ഓക്കെ, അപ്പൊ ഈ he, she, it, everybodyയുടെ കൂടെ നമ്മള് ഹാസ് ആണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്ട് ആയ I, you, we, theyയുടെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹാസിന്റെ ഹാവിന്റെയും ഡൗട്ട് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് V3 ആണ്. വെർബിന്റെ തേർഡ് ഫോം ആണ് V3 എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു റൈറ്റ്,
റോട്ട്, റിട്ടേൺ എന്ന് പറയുന്ന വേർബില് റൈറ്റ് എന്ന് പറയുന്നത് V1, റോട്ട് എന്ന് പറയുന്നത് V2, റിട്ടേൺ എന്ന് പറയുന്നത് V3 ആണ്. ഓക്കെ, ഇതുപോലെ എല്ലാ വേർബിലും തേർഡ് ഫോം ഉണ്ട്. അപ്പോ നമ്മുടെ ഹാസ് ടു ഹാവിന് ശേഷം എപ്പോഴും യൂസ് ചെയ്യേണ്ടത് തേർഡ് ഫോം ആണ്. ഓക്കെ, വേർബിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒരു എക്സാമ്പിൾസ് എല്ലാവരും പറയും. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അതാണ് എക്സാമ്പിൾസ് മേക്ക് ചെയ്യാൻ പറയുന്നത്. എക്സാമ്പിൾസ് മേക്ക് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി മനസ്സിലാവാത്തുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും സിനേഷ് പറഞ്ഞു. ഓക്കെ, ഇനി ബാക്കി എല്ലാവരും പറയും. ഇംഗ്ലീഷ് എപ്പോഴും പറഞ്ഞു തന്നെ പഠിക്കണം. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എങ്കിലും നിങ്ങൾ കാണിക്കും. തിരിച്ചും എന്നോട് ആ രീതിയിൽ തന്നെ എന്ന് കാണിക്കും. ഓക്കെ, മാക്സിമം ഒന്ന് റെസ്പോണ്ട് ചെയ്യാനെങ്കിൽ നോക്കൂ. ഇത് പറയാവോ നിങ്ങൾ? She has sung a song. They have sung a song. I have sung a song. Yeah, okay. Yeah, ഷംസീന കറക്റ്റ് ആണോ നോക്കിയേ? സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണോ ഷംസീന സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്? നോക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയേ ഷംസീന. ഉണ്ട്. യാ, അപ്പൊ ഇത് എവിടെയാണ് മിസ്റ്റേക്ക് നോക്കിയേ? യാ, ഈറ്റ് അല്ലേ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാല് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, I have eaten breakfast. You have eaten. They have eaten. We have eaten. ഇനി സിംഗിൾ ആണെങ്കിലോ he has eaten, she has eaten, everybody has eaten. ഓക്കെ, it has eaten എന്ന് വരും. ഇത് ഞാനിങ്ങനെ പറഞ്ഞത് എനിക്ക് ബൈഹാർട്ടാവേ ഉള്ളൂ, നിങ്ങൾ പറയുന്നില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Clear. Clear. Yeah. Next, past perfect continuous. Present perfect continuous. Present perfect continuous ile structure subject plus has or have plus been plus verb ing. A verb plus ing എന്നതാണ്. Subject plus has or have plus verb been plus verb ing. Verb ine kude ing. Subject plus has or have plus been plus verb ine kude ing. ഇത് പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവും ദെൻ അതിന്റെ കൂടെ ഒരു ബീനും വേണം. ഓക്കെ, കാരണം ഹാസ് ഹാവിന് ശേഷം എപ്പോഴും യൂസ് ചെയ്യേണ്ടത് V3 ആണ്. അത് റൂൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഹാസോ ഹാവിനോ ശേഷം നമ്മൾ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ing ഫോം വന്നിട്ടുണ്ട്. നമുക്ക് ഹാസോ ഹാവിന് ശേഷം ഒരിക്കലും ing ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ബീൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹാസ് ഹാവിന് ശേഷം ബീൻ എഴുതുക, അതിനുശേഷമാണ് ing ഫോം കൊടുക്കേണ്ടത്. അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ing ഫോം എന്തായാലും ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ എക്സാമ്പിൾ എന്താ പറയാ? She has eaten, sorry, she has been eating എന്ന് വരും. She has been eating, I have been eating എന്ന് വരും. ഓക്കെ ആണോ? എക്സാമ്പിൾസ് പറയാൻ അറിയാം. She has been eating chocolate. They have been eating chocolate. I have been eating chocolate. Yeah, okay. Next. She have been writing. I have been writing. Yeah, okay. Who's next? I have been waiting. Yeah. I have been running. Yeah, okay. She has been sleeping. I have been sleeping. Yeah. Okay. Correct ആണ്. അപ്പോ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വെർബും ഒരു സബ്ജക്റ്റും പറയും. അത് വെച്ചിട്ട് ഈ 4 ആക്ഷൻസിലും നിങ്ങൾ എക്സാമ്പിൾ പറയും. അതായത് ഞാൻ സബ്ജക്റ്റും ഒരു വെർബും പറയും. അത് വെച്ചിട്ട് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ഈ 4 ടെൻസിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് പറയണം. ഓക്കെ. സബ്ജക്റ്റ് he and verb read. ഒബ്ജക്റ്റ് വേണം കേട്ടോ. ഒബ്ജക്റ്റ് നിങ്ങൾ തന്നെ പറയണം. ഞാൻ സബ്ജക്റ്റ് വെർബും തരും, ഒബ്ജക്റ്റ് നിങ്ങൾ തന്നെ പറയണം. പറയൂ. He reads a novel. He is reading a novel. He has read a novel. He has been reading a novel. ഓക്കെ. ഇനി ആരാ പറയാ? ഞാനാ പറയാ. അടുത്ത ആരാ പറയാ? പറയൂ. ഷമീന ഒന്ന് പറഞ്ഞേ. She reads a book. She is reading a book. She has read a book. She has been reading a book. ഓക്കെ. റാനുന. She reads a novel. She is reading a novel. She has been reading novel. ഇനി പെർഫെക്റ്റ് പറയൂ. പ്രസന്റ് പെർഫെക്റ്റ്. She has read. ഓക്കെ. നിനിഷ. He read a book. He reads a book. He has read. He has been reading. Again, എന്താ പറഞ്ഞേ? He read a book. He reads a book. He has read a book. He has been reading a book.
Sinesh. Shamsina. He read a book. He was reading a book. He have been reading a book. Nisha. Nisha. മാം പ്രസന്റ് കണ്ടിന്യൂസിൽ ഒരു മിസ്റ്റേക്ക് വന്നു. Present continuous മാത്രമല്ല. Present mistake അല്ലേ പറയുന്നത്? എന്നോട് പറഞ്ഞു നോക്കി. നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഇതില് ഒരു നാണക്കേടോ അങ്ങനൊന്നും വിചാരിക്കണ്ട. പഠിക്കുന്നതല്ലേ, പഠിക്കുമ്പോൾ മിസ്റ്റേക്സ് വരുത്തി എല്ലാവരും പഠിക്കുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ പഠിക്കാൻ നോക്കൂ. ഞാനിപ്പോ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഓക്കെ, നിഷ പറഞ്ഞതില് സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ഷംസീന പറഞ്ഞതില് മൊത്തം മിസ്റ്റേക്ക് ആയിരുന്നു. ഓക്കെ, ഇനി ഷമീന ആൻഡ് റഹനാത്തിന് V3 ഫോം അറിയില്ല. ഓക്കെ, വേറൊരു സ്റ്റുഡന്റ് ഉണ്ട്. എന്താണ് പ്രൊഫൈൽ നെയിം? അഗ്ലി ഗട്ടിൽ എന്നാണ് പ്രൊഫൈൽ നെയിം. പേരെന്തായിരുന്നു? പേരറിയില്ല എനിക്ക്. റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, റഹനാത്ത് ആൻഡ് ഷമീന, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ V3 ഫോം അറിയില്ല. കാരണം റീഡ് അല്ല, ഹി ഹാസ് റെഡ് ആണ്. സ്പെല്ലിംഗ് സെയിം ആണെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് റെഡ് എന്നാണ്. V3 ഫോം എന്ന് പറയുമ്പോൾ റെഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഷംസീന, are you ready to talk to me? സംസാരിക്കാൻ താല്പര്യമുണ്ടോ? റെഡിയാണോ? മാം ഞാൻ പറയാം. ഹി റീഡ്സ് എ ബുക്ക്. ഹി ഈസ് റീഡ്സ് എ ബുക്ക്. ഹി ഹാസ് റെഡ്. ഹി ഹാസ് ബീൻ റീഡിങ്. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് മിസ്റ്റേക്ക് ആണ്. ഷംസീന പറഞ്ഞ തെറ്റാണ് സാർ. ഷംസീന ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഞാൻ പഠിപ്പിച്ചു തരാം. പറയൂ മാം. ഷംസീന ഫസ്റ്റ് എല്ലാവരും മിസ്റ്റേക്ക് ആണ്. അതായത് സിമ്പിൾ പ്രസന്റ് ആയാലും പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പെർഫെക്റ്റ് പറഞ്ഞിട്ടില്ല. പെർഫെക്റ്റ് കണ്ടിന്യൂസ് മിസ്റ്റേക്ക് ആണ്. എന്താണ് മിസ്റ്റേക്ക് എന്ന് പറയാമോ? എന്താണ് എന്ത് പറ്റിയാന്ന് പറയാമോ? ഇത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കി. സബ്ജക്ട് ഹി ആണ്, റീഡ് എന്ന് പറയുന്നത് വെർബാണ്. ഇത് വെച്ചിട്ട് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞേ. He reads. Yeah, okay. Continuous. He was reading a. He were reading a book. ഞാൻ ഈ വേറും വാസും ഞാൻ എപ്പോഴെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ശരിയാ, തെറ്റി. അതാണ്, ശ്രദ്ധിക്കൂ. ഓക്കെ, കറക്റ്റ് ആയിട്ടൊന്ന് നോക്കിയേ. എന്തായിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്? ഏത് ഓപ്ഷനിലായിരിക്കും യൂസ് ചെയ്യേണ്ടത്? പിന്നെ 6 അതില് he reading a book. അവിടെ ഓക്സിലറി ഇല്ലല്ലോ. ഏത് ഓക്സിലറി? ബുക്കിൽ എഴുതിയെടുത്തു. ഞാൻ പറഞ്ഞാലും എഴുതിയെടുത്തിരുന്നോ? എഴുതിയായിരുന്നു. അപ്പൊ ഏത് ഓക്സിലറിയാ യൂസ് ചെയ്യേണ്ടത്?
പ്രസന്റ് കണ്ടിന്യൂസ്ലി ഒരു ഓക്സിലറി യൂസ് ചെയ്യാൻ പറഞ്ഞു. ഏതൊക്കെ ഓക്സിലറീസ് ആണ്? ഈസ്, ആറ്, ആം. ആ, അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഓക്സിലറി ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഏത് ഓക്സിലറിയാ വരേണ്ടത്? അത് ഏതാ ഞാൻ പറഞ്ഞേ? He is reading a book. Yeah, he is reading a book. Okay, ഇപ്പൊ കറക്റ്റ് ആണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞേ. He has read a book. Yeah. The perfect continuous. He have been reading a book. അതെങ്ങനെ ഹാവ് വന്നു? He has been reading a book. ആ, ഇത് ശ്രദ്ധിച്ചാൽ കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഷംസീന, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഏതൊക്കെ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? Singular subject he, she. അതൊക്കെ സിംഗുലർ അല്ലേ? ആ, ഏതൊക്കെ പറയൂ, ഫുള്ള് പറയൂ. He, she, റൈറ്റ്, പിന്നെ വോക്ക്, അതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? അല്ലല്ലോ, ആ, വോക്സ് അല്ലേ സിംഗുലർ? അത് ഞാൻ ചോദിച്ചതാ. ബുക്കിൽ എഴുതിയെടുത്തിരുന്നോ? ഞാൻ പറയുന്നതിനെ എഴുതിയെടുത്തിരുന്നോ? സത്യം എഴുതിയോ? ഇത് ഇന്നലെ പറഞ്ഞല്ലേ? ഇന്നലെയോ? ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ? ആ, ഞാൻ ഈസ്, ആറ്, ആമോട്ടാ കുറച്ച് എഴുതി. സിംഗുലർ സബ്ജക്ട് ഹി, ഷീ, ഇറ്റ്, എവരിബഡി ആണ്. ഈ ഷീറ്റ്. ഓക്കെ, സിംഗുലർ സബ്ജക്ട്. ഇനി പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്? അപ്പോ ഐ, യു, വി, ദേ ആണ്. അയ്യോ, ഇത് ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു വെർബ് സിംഗുലർ ആകുന്നത്? എങ്ങനെയാണ്? എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോഴല്ലേ? എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോഴാണ്. ഓക്കെ, അങ്ങനെ. അപ്പോ റീഡ് എന്ന് പറയുന്ന വെർബ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? റീഡ് സിംഗുലർ അല്ല, റീഡ്സ് സിംഗുലർ. റീഡ് അപ്പൊ എന്താ? റീഡ്സ് സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ റീഡ് എന്താ? വെർബ്. പ്ലൂറൽ വെർബ് ആണ്. വെർബ് റീഡ് പ്ലൂറൽ വെർബ്. ഇനിയിപ്പോ സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് അറിയാലോ? അറിയാം. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോ ഹാസ് അല്ലേ മിസ് യൂസ് ചെയ്യുന്നത്? സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ് പറ? സിംഗുലർ സബ്ജക്റ്റ് റൈറ്റ്സ്, വോക്സ്, അതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് മനസ്സിലായില്ല മിസ്. സിംഗുലർ സബ്ജക്റ്റ് ഞാനിപ്പോ പറഞ്ഞില്ലേ, ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതാണ് സിംഗുലർ സബ്ജക്റ്റ്. അതെ. ഒന്നില്ലെങ്കിൽ ഹെഡിങ് എഴുതി വെക്കൂ, സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് താഴെ എഴുതൂ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ എന്ന് പറഞ്ഞ് എഴുതി വെക്കൂ. അവര് മനസ്സിലാവുമല്ലോ, മറക്കില്ല. അതെ. അങ്ങനെ എഴുതാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എഴുതി വെച്ചാല് ഡൗട്ട് വരുമ്പോ നോക്കാലോ, ക്ലിയർ ആകും. സിംഗുലർ സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഈസ്, യു, വി, ദേ, ആറ്. ഇതൊക്കെ പ്ലൂറൽ സബ്ജക്റ്റ്. അല്ല,
I, you, we, they ആണ് പ്ലൂറല്. ഇവിടെ ഈസ് ഒക്കെ ഇവിടെ വന്നു. ഈസ് ഒക്കെ വേറെയാണ്. ശരി. I, you, we, they ആണ് പ്ലൂറല് സബ്ജക്റ്റ്. I, you, we, they plural സബ്ജക്റ്റും he, she, it, everybody ഒക്കെ സിംഗുലർ സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഓക്കെ. ഇനി ഈസ് ആം ആർ. ഐ ആം യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഐയുടെ കൂടെയാണ്. അത് എഴുതി വെക്കൂ. ഐയുടെ കൂടെയാണ് ആം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അയ്യാ എന്ന് പറയില്ലേ, ഐയുടെ കൂടെയാണ് ആം വരേണ്ടത്. ഓക്കെ. ഇനി ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെയാണ് ഈസ് ചേർക്കേണ്ടത്. എഴുതുന്നുണ്ടോ? ഓ, എഴുതുന്നുണ്ട്. ഇനി യു, വി, ദേയുടെ കൂടെ ആർ യൂസ് ചെയ്യണം. You, we, they, ആർ. ഇനി ആം, ഈസ്, ആർ എന്ന് പറയുന്നത് ഓക്സിലറീസ് ആണ്. ആം, ഈസ്, ആർ എന്ന് പറയുന്നത് പ്രസന്റ് ഓക്സിലറീസ് ആണ്. ഓക്കെ. ഇപ്പൊ ആം, ഈസ്, ആർ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായല്ലോ. പ്രസന്റ് ഇത് യൂസ് ചെയ്യേണ്ടത് ഏത് സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഇനി സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും ആണ് വരേണ്ടത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ്. ഓക്കെ. ഇനി ഹാസിനും ഹാവിന് ശേഷം യൂസ് ചെയ്യേണ്ടത് V3 ഫോം ആണ്. ഹാസിനും ഹാവിന് ശേഷം യൂസ് ചെയ്യേണ്ടത് V3 ഫോം ആണ്. ഓക്കെ ആണോ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് അല്ലേ യൂസ് ചെയ്യണ്ടേ? ഹാസും ഹാവിന് ശേഷം V3 ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൂടി എഴുതി വെക്കും. ഹാസും ഹാവിന് ശേഷം V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി V3 എന്താണെന്ന് അറിയോ ഷംസീന? അറിയാലോ. ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ മിസ്. ഇനി ആ സ്ട്രക്ചർ നോക്കിയിട്ട് എല്ലാ ടെൻസിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് എക്സാമ്പിൾ പറയണം. ഓക്കെ. സബ്ജക്റ്റ് ഷീ ആൻഡ് വെർബ് സിംഗ്. ഈ സബ്ജക്റ്റും വെർബും വെച്ചിട്ട് സെന്റൻസ് പറയൂ. ഫസ്റ്റ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിലെ പറയൂ. She sings a song. Okay. The present continuous. She is singing a song. Yeah. Present perfect. She has sung a song. Yeah. Present perfect continuous. She has ആണോ have ആണോ? She has been singing a song. V3. Yeah, she has been singing a song. Yeah, that very good. Thank you. Okay. മനസ്സിലായി. ഓക്കെ. ഓക്കെ. ഇനി ഒരു സബ്ജക്റ്റും വെർബും കൂടെ തരാം. എല്ലാവരും ഇതേപോലെ എല്ലാ ടെൻസിനെയും ബേസ് ചെയ്തിട്ട് സെന്റൻസ് പറയാം. ഓക്കെ. സബ്ജക്റ്റ് വി ആണ്. വി ആൻഡ് വെർബ് പ്ലേ. വി പ്ലേ. പറയൂ. ഓരോന്ന് രണ്ടുപേരും പറയൂ. We play, we are playing, we have played, we have been playing. Okay. Next way പറയൂ രഹ്ന. We play, we are playing, we have play, we have been playing. Yeah. Present perfect എന്ന് പറഞ്ഞേ. We are എനിക്ക് V3 ശരിക്കും അറിയില്ല, അതുകൊണ്ട് പറയാൻ.
Present perfect. We have. Yeah, just wait. Yeah, Rangath പറഞ്ഞുതരാം. ഷംസീന എന്ന് പറഞ്ഞേ. We play. Hmm. We are playing. We have plays ആണോ മിസ്സേ? Played ആണ്, played. We have played. We have been playing. Yeah, good. Nisha. We play, we are playing, we have played, we have been playing. Yeah. Shamina. We play, we are playing, we have played, we have been playing. Yeah. Rahinat. We play, we are playing, we have played, we have been playing. Yeah. Okay. അപ്പൊ present tense clear ആണല്ലോ, ഇനി ഒരിക്കലും മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ ആണോ? പ്രസന്റ് ടെൻസ് ഇനി ഞാൻ ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം, പെട്ടെന്ന് സ്പീഡിൽ പറയണം. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വരും. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്, ഇനി ആർക്കും വലിയ ഡൗട്ട് ഒന്നുമില്ല. ഡൗട്ട് വരുന്നത് V3 ഫോമിൽ മാത്രമാണ്. അപ്പൊ വെർബിന്റെ V3 ഫോം ഒക്കെ എല്ലാവരും പഠിക്കുക. ഓക്കെ ആണോ? അപ്പൊ ടെൻസ് എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആണ്. ഇപ്പൊ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണ്, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഓക്കെ, എന്തുണ്ടെങ്കിലും ചോദിക്കുക. ഷംസീനക്ക് അറിയില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ ഷംസീനക്ക് അത് പറയാൻ ഒരു ബുദ്ധിമുട്ട്, അതാണ്. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട, അത് ചോദിച്ചാൽ മതി. നമ്മൾ പഠിപ്പിക്കാതിരിക്കുന്നല്ലേ, അല്ലെ? എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുക എന്നാണ്. അത് ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ എന്തുണ്ടെങ്കിലും ചോദിക്കുക. ശരിയാണ്, എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇപ്പൊ ഷംസീനക്ക് ഒരുപാട് എന്താ പറയുക, ഒരു ആശ്വാസമില്ലേ? എല്ലാവരും പറയുമ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കറക്റ്റ് ആയി പറഞ്ഞു, അല്ലെ? ഒരു സ്വന്തമായിട്ടൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകും. അപ്പൊ എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, ആരും ഷൈ ആയിട്ടിരിക്കണ്ട. പഠിക്കുന്ന കാര്യമല്ലേ, ഷൈനസ് നമുക്ക് കാര്യമില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പഠിക്കുക. അതുകൊണ്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാം, ക്ലിയർ ആക്കാം, കറക്റ്റ് താറാക്കാം. ഇനി ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകണ്ട. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ടെൻസിന്റെ ക്ലിയർ ആക്കി തരും. അപ്പോ see you on the next class. Okay, bye. Thank you all. Thank you so much. Thank you, ma'am.